ഹലോ. 4 വർഷം ട്രിവാൻഡ്രത്ത് പഠിച്ചിട്ട് പൊങ്കാല കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ മോശക്കേട് എനിക്കാണ്. സോ ഒന്നും നോക്കിയില്ല. ചുട്ട വെയിലത്താണെങ്കിലും പൊങ്കാല കാണാമെന്നും പറഞ്ഞിറങ്ങി. ബട്ട് എൻ്റെ ഫ്രണ്ട്സ് ഓൾറെഡി കഴിഞ്ഞ കൊല്ലം അതിന് മുമ്പത്തെ കൊല്ലമൊക്കെ പോയിട്ട് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് എനിക്ക് എളുപ്പമായിരുന്നു. കാരണം ഇതിലൊരു കാര്യം നോക്കണം, ഈ ഇതിൻ്റെ ടൈമിംഗ് നോക്കണം. ഇത് കഴിയുന്നത് ഒരു പെർട്ടിക്കുലർ ടൈമിലാണ്. ഈ പൂജാരി വന്ന് ഈ വെള്ളം തെളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ഈ വാഷ് ഔട്ട് ആയ പോലെയാണ് എല്ലാ സാധനങ്ങളും എല്ലാവരും പോകുന്നത്. സോ എൻ്റെ ഫ്രണ്ട്സ് ഇങ്ങനെ പറഞ്ഞെങ്കിലും ഞങ്ങളിങ്ങനെ ടൈമൊക്കെ നോക്കി ഇപ്രാവശ്യം എന്തോ 1:15 ആ സമയത്തായിരുന്നു. സോ ആ ടൈം നോക്കി ഇറങ്ങിയതുകൊണ്ട് പൂജാരിനെയും കാണാൻ പറ്റി. പൂജാരി പോയി വന്നപ്പോഴെങ്കിലും ദേ ആ കുടങ്ങളൊക്കെ മാറിപ്പോയതും കണ്ടില്ലേ. സോ ആ സൈഡ് കഴിഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഈ സൈഡിലേക്ക് വന്നത്. പൂജാരി വരുമ്പോൾ അവർ ആ പാത്രങ്ങളൊക്കെ ഒന്ന് ഓപ്പൺ ആക്കി വെക്കും. അത് കഴിഞ്ഞ് പൈസയൊക്കെ കൊടുക്കാണ്ടെങ്കിൽ കൊടുക്കും. അത് കഴിഞ്ഞില്ല അപ്പോഴെങ്കിലും ആ പാത്രം എടുത്ത് മാറ്റും. കാരണം ഓൾറെഡി റോഡിൽ ഭയങ്കര തിരക്കാണ്, ഭയങ്കര പൊടി, അതൊക്കെ അടിക്കണ്ടെന്നൊക്കെ വെച്ചിട്ടാകും. പിന്നെ ഐ ഗെസ് ദിസ് ഈസ് ദ ഓൺലി റിച്വൽ. അതിനെ പറ്റി എനിക്കറിയത്തില്ല. പക്ഷേ ഇത് കഴിക്കാനാണ് ഞങ്ങൾ പോയത് മെയിനായിട്ട്. ഞാൻ പറഞ്ഞല്ലോ, മുൻപ് പോയവർക്ക് ഇതിൽ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ബട്ട് ടു ബി ഓണസ്റ്റ് ഞാൻ വിചാരിച്ചില്ല എനിക്ക് ഈ പായസം ഇഷ്ടമാവുമെന്ന്. നോർമൽ പായസം പോലും കുടിക്കാത്ത ഞാൻ ഈ സംഭവം ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട്. ഇങ്ങനെ നെയ്യിലൊക്കെ ഇങ്ങനെ കുതിർന്ന് ഒരു പ്രത്യേക ടേസ്റ്റാണ്, നല്ല മധുരവും. ഇങ്ങനെ കഴിച്ചു പോകും നമ്മൾ, ശരിക്കും നമ്മൾ കഴിച്ചു പോകും. അപ്പം മിഷൻ സക്സസ് എന്ന രീതിയിലാണ് ഞങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കണേ. പായസമൊക്കെ തരാൻ കാണിച്ചൊരു മനസ്സ് ഐ എം റിയലി അപ്രിഷ്യേറ്റിംഗ്. പിന്നെ അവിടുത്തെ ചേച്ചിമാരാണെങ്കിലും. പിന്നെ വൺ തിങ് മെൽറ്റഡ് മൈ ഹേർട്ട് വാസ് ഇൻ തിരുവനന്തപുരം നഗരസഭയാണെന്ന് തോന്നുന്നു ഇവരുടെ ഈ ക്ലീനിങ് തിങ്. അവർ പോയി വളരെ പെട്ടെന്നായിരുന്നു. ജസ്റ്റ് ഇങ്ങനെ ഞങ്ങൾ ആ പായസം കുടിച്ച് തീരുന്നേക്കാൾ മുമ്പ് അവിടെ ആ കല്ല് വെച്ച സ്ഥലമൊക്കെ ഫുള്ള് ക്ലിയർ ഔട്ടാക്കി. അങ്ങനെ ഒരു സംഭവം നടന്നു എന്നേ നമുക്കറിയില്ല. ജസ്റ്റ് ബിക്കോസ് ആ ഷെഡ് ഉള്ളതുകൊണ്ട്, വെയിലിന് കെട്ടിയ ഷെഡ് ഉള്ളതുകൊണ്ട് മാത്രം. പിന്നെ ലാസ്റ്റ് പോകാൻ നേരം ഈ ആൻറ്റി വയനാട് എന്നുള്ള ആൻറ്റി ആയിരുന്നു. ആൻറ്റി ഉണ്ടാക്കിയ പായസമൊക്കെ വീണ്ടും ഇങ്ങോട്ട് വിളിച്ചൊക്കെ തന്നു.